ഒരു ആരൂഢത്തിൽ 4-ാം ഭാവം ചൊവ്വ നിൽക്കുന്നു. ആ കുടുംബത്തിൽ കുടുംബവഴക്കുണ്ടല്ലോ. അതായത് ആ ഗ്രഹത്തിന് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ പറയുന്ന ചൊവ്വ അവിടെ നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ പറയുന്ന ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ആക്ടിവേഷൻ ഉണ്ടാവും. അത് എല്ലാ ഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ്. ജാതകവശാൽ ഒരാൾക്ക് ചൊവ്വാദോഷമുണ്ടെങ്കിൽ അതിനെ പേടിക്കേണ്ടതായിട്ടുണ്ടോ? ഇപ്പം എല്ലാവരും ചൊവ്വാദോഷത്തെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ അതൊരു പാപഗ്രഹമാണ്. അപ്പോൾ പാപഗ്രഹങ്ങളൊക്കെ എപ്പോഴും ഒരു തീവ്രത ഉണ്ടാവും, തീവ്ര സ്വഭാവമായിരിക്കും, ഷാർപ്പായിരിക്കും. ഒരു സംസാരം വന്നു കഴിഞ്ഞാൽ അത് അറുത്തുമുറിച്ച് പറയുന്ന പോലെ ആയി പോകും. മനസ്സിലായോ? അപ്പോൾ ഈ ചൊവ്വ എപ്പോഴും സ്ത്രീജാതകത്തിൽ 7-ലോ 8-ലോ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ അവിടെ ചൊവ്വാദോഷം പറയും. ചന്ദ്രാലോ ലഗ്നാലോ ശുക്രാലോ. പക്ഷേ നേരെ മറിച്ച് പുരുഷജാതകത്തിൽ 7-ാം ഭാവം മാത്രമേ ഉള്ളൂ വിവാഹത്തെ ചിന്തിക്കുന്നുള്ളൂ. സ്ത്രീജാതകത്തിൽ 7-ാം ഭാവം വിവാഹവും 8-ാം ഭാവം അഷ്ടമം മംഗല്യസ്ഥാനവും. അപ്പോൾ സ്ത്രീജാതകത്തിൽ ഈ 2 ഭാവങ്ങളിൽ നോക്കേണ്ടതായിട്ടുണ്ട്, ചൊവ്വയെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചൊവ്വ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ പറയും ചൊവ്വാദോഷമാണ്. അപ്പോൾ ആ ഒരു ചൊവ്വാദോഷം ഉള്ളതുകൊണ്ട് ആ ഒരു അനുയോജ്യമായിട്ടുള്ള തന്നെ പുരുഷജാതകത്തിലും ആ ഒരു ചൊവ്വയോ പ്രമാണം പറയുന്നത് ചൊവ്വയോ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പാപഗ്രഹം വരണമെന്നാണ് പ്രമാണം പറയുന്നത്. മനസ്സിലായോ? അപ്പം ഞാൻ ചോദിക്കുന്നതാണ്, ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ചൊവ്വ ഇപ്പം 4-ാം ഭാവത്തിൽ ഇരിക്കണതാണ്. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. അപ്പം ഈ 4-ാം ഭാവത്തിൽ നിന്ന് എന്ത് സംഭവിക്കും? തർക്കം വരും. ചൊവ്വ എവിടെ ഇരിക്കണേ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഷാർപ്പാണ് എപ്പോഴും. അപ്പം 4-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ തർക്കം വരും. ഇപ്പം 4-ാം ഭാവം നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു ആരൂഢത്തിൽ 4-ാം ഭാവം ചൊവ്വ നിൽക്കുന്നു. ആ കുടുംബത്തിൽ കുടുംബവഴക്കുണ്ടല്ലോ. അതായത് ആ ഗ്രഹത്തിന് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ പറയുന്ന ചൊവ്വ അവിടെ നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ പറയുന്ന ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ആക്ടിവേഷൻ ഉണ്ടാവും. അത് എല്ലാ ഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആകെ ഒറ്റ സ്ഥാനത്ത് മാത്രം നിന്നാലേ എല്ലാ ഗ്രഹങ്ങളും ദോഷം തരാൻ പറ്റില്ല, ഗുണഫലം തരാൻ പറ്റിയ ഒറ്റ ഭാവം മാത്രമേ ഉള്ളൂ, 11-ാം ഭാവം. 11-ാം ഭാവത്തിൽ എത്ര പാപഗ്രഹം നിന്നാൽ ഏതൊക്കെ ഗ്രഹങ്ങൾ വന്നാലും പാപഗ്രഹമാണെങ്കിലും അവിടെ വന്നു കഴിയുമ്പോൾ സൈലൻ്റ് ആയിക്കൊള്ളാം. 11-ാം ഭാവം ഗുണം മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ചൊവ്വേനെ എല്ലാവരും 7-ലും 8-ലും 4-ലൊക്കെ നിൽക്കുമ്പോൾ ദോഷം പറയുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ ചൊവ്വ 11-ൽ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രഹനിലയിൽ ചൊവ്വ 11-ലുള്ള ഒരു ജാതകൻ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ആ ചൊവ്വ അവിടെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിയതുണ്ട. അപ്പോൾ എല്ലാവർക്കും ചൊവ്വേനെ അങ്ങോട്ട് ഭയപ്പെടുത്തി. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള വേറൊരു സങ്കടകരമായ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ, പെൺകുട്ടികൾ ഒരുപാട് വെറുതെ വീട്ടിൽ വിവാഹം കഴിക്കാണ്ട് 10-45 വയസ്സായിട്ട് അവരുടെ ജീവിതം ഈ ഒരു അവസ്ഥയിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ദേഷ്യ സ്വഭാവമാണ്, മാഷിന് ദേഷ്യ സ്വഭാവമാണ്. അപ്പം നമ്മൾ തമ്മിലൊരു തർക്കം വന്നു കഴിഞ്ഞാൽ തിരിച്ചു പറയോ ഇല്ലയോ? ഓട്ടോമാറ്റിക്കായി ഫൈറ്റിങ് കൂടോ ഇല്ലയോ? ഇല്ലേ? അപ്പോൾ എൻ്റെ 2-ാം ഭാവമാണ് സംസാരം. എൻ്റെ 2-ാം ഭാവത്തിൽ ചൊവ്വയാണ്. ഞാനപ്പോൾ ഷാർപ്പായിട്ട് സംസാരിക്കും. താങ്കളുടെ 2-ാം ഭാവത്തിലും ചൊവ്വയാണ്. താങ്കളും ചൂടനാണ്, ഷാർപ്പാണ്. അപ്പോൾ ഫൈറ്റിങ് അവിടെ കൂടോ ഇല്ലയോ? ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ എല്ലാവരും ചൊവ്വക്ക് ചൊവ്വ അല്ലെങ്കിൽ പാപഗ്രഹത്തെ വെച്ചിട്ട് സമാനമായിട്ട് ഈ ദോഷത്തെ പരിഹരിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, പരിഹരിക്കാൻ പറ്റൂല്ലയോ? എൻ്റെ ചോദ്യമാണ്. അത് ബുദ്ധിമുട്ടല്ലേ? ശരിക്കും ആണല്ലോ. 7-ാം ഭാവത്തിൽ ചൊവ്വ പാപഗ്രഹം വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് വിവാഹം കഴിക്കുന്ന പങ്കാളിക്കും സെയിം വന്നു കഴിഞ്ഞാൽ അടി ഉണ്ടാവോ ഇല്ലയോ? അടി ഉണ്ടാവും, തീർച്ചയായിട്ടും അടി ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ സൗമ്യഗ്രഹത്തിനല്ലേ കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും. നമ്മളെല്ലാം പ്രാക്ടിക്കലായിട്ട് നോക്കുക. മനസ്സിലായോ? അല്ല പ്രമാണം ശരി, ഓക്കെ. പക്ഷെ കാലഘട്ടത്തിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നോക്കുക.
ഈ ഗ്രഹം എവിടെ നിന്നാലും അതിൻ്റെ ആക്ടിവേഷൻ ചെയ്യുള്ളൂ. അതെ അതെ അതെ. മനസ്സിലായോ? അപ്പോൾ നേരെ മറിച്ച് ഈ ചൊവ്വ അവിടെ ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും ശുഭഗ്രഹങ്ങളോ ശുക്രനോ വ്യാഴമോ, പക്ഷേ ജാതകത്തിൽ പ്രമാണത്തിൽ പറയുന്നുണ്ട് ഈ ചൊവ്വയെ വ്യാഴം നോക്കി ശുഭഗ്രഹം വീക്ഷിച്ച് കഴിഞ്ഞാൽ ഈ പാപ കുറയുമെന്ന്. അപ്പം ഞാൻ ചോദിക്കണത് ഈ നേരെ ഓപ്പോസിറ്റ് ഈ പറയുന്ന ശുഭഗ്രഹത്തെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ദോഷത്തെ ഹനിക്കാൻ പറ്റൂലേ? തീർച്ചയായിട്ടും. അപ്പം എന്താ സംഭവിക്കണം അവിടെ? മറ്റേ ആൾ ഷാർപ്പാകുമ്പോൾ വിവാഹ ജീവിതം എന്താ അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ. അപ്പം ഈ ചൊവ്വ ആ വ്യക്തി ദേഷ്യപ്പെടുന്നു, അപ്പം മറ്റാൾ എന്തായിരിക്കും? ഈ സൗമ്യനായിട്ടുള്ള ഗ്രഹമാണെങ്കിൽ അവിടെ എന്തായിരിക്കും? പയ്യെ ഒന്ന് മാറിപ്പോകും. അപ്പോൾ അവിടെ തർക്കം ഉണ്ടാവില്ല. അപ്പം കുടുംബജീവിതം രമ്യതയിൽ പോകാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. മനസ്സിലായ? ഇത് അനുഭവത്തിലുള്ള കാര്യം പറയണത്. മനസ്സിലായ? നേരെ മറിച്ച് ഒരേപോലെ ചെയ്യരുത്. ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഗ്രഹങ്ങളും അതിൻ്റെ ഷാർപ്പ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉദാഹരണം അതാ പറഞ്ഞത്. ഈ ചൊവ്വ 11 പോയി കഴിഞ്ഞാൽ ഗുണഫലം ചെയ്യുള്ളൂ. മറ്റുള്ള സാധനങ്ങൾ 7-ാം ഭാവവും 8-ാം ഭാവത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് 4-ാം ഭാവം ഞാൻ പറഞ്ഞു തന്നു. 4-ാം ഭാവത്തിലും ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ കുടുംബത്തിൽ കലഹമുണ്ടാവും. മനസ്സിലായോ? ചൊവ്വ എവിടെയും തടസ്സം ഉണ്ടാക്കുന്ന സൃഷ്ടിക്കുന്ന ആളാണ്. മനസ്സിലായോ? ഇപ്പോൾ ഒരു 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അയാളുടെ വീട് 4-ാം ഭാവം ചിന്തിക്കുമ്പോൾ വീടും ചിന്തിക്കാം. വീട് നിർമ്മാണം, വീട് പുരപണിയാനുള്ള ഒരു തടസ്സങ്ങൾ, ഇതെല്ലാം ചൊവ്വ സൃഷ്ടിക്കണം. മനസ്സിലായോ? അപ്പോൾ ഈ ഭാവങ്ങളാണ് എപ്പോഴും നോക്കേണ്ടത്. അത് ഈ പറയുന്ന പാപഗ്രഹങ്ങൾ അതേ യോജിപ്പിച്ച് കഴിഞ്ഞാൽ എതിരായിട്ട് ഓപ്പോസിറ്റായിട്ട് അവിടെ നല്ല വഴക്കും തർക്കങ്ങളും നേരിടേണ്ടി വരും. ഞാൻ ചോട്ടെ, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം പുരുഷജാതകനാണ്. അദ്ദേഹത്തിന് ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ നോക്കിയിട്ട് ചൊവ്വാദോഷമുള്ള ജാതകമുള്ള ഒരു സ്ത്രീനെ തന്നെ വേണമെന്ന് പറഞ്ഞ് കുറേ നാളുകൾ ഇങ്ങനെ നോക്കി നടന്നിട്ട് കിട്ടിയില്ല. വർഷങ്ങൾ കഴിഞ്ഞു. കുറേ വർഷം ഇതുപോലെ ചൊവ്വ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേ നാളിൽ മാഷ് പറഞ്ഞ പോലെ തന്നെ കുറേ വർഷങ്ങൾ അങ്ങനെ പോയി, നടക്കാതെ പോയി. അവസാനം ഇദ്ദേഹത്തിന് കുറച്ച് നല്ല പ്രായമായപ്പോഴത്തേക്കും വീണ്ടും ഒരു ജാതകം കൊണ്ട് ചെന്നു കുട്ടിയുടെ. അപ്പോൾ അവർ പറഞ്ഞത് ഇദ്ദേഹത്തിന് ചൊവ്വാദോഷമുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന് മറ്റേ ആൾക്ക് ഇല്ല, ചേർക്കാൻ പറ്റില്ല. എങ്കിലും ഇത്രയും വയസ്സൊക്കെ ആയില്ലേ, അതുകൊണ്ട് അങ്ങനെ പോട്ടെ, എടുത്തോ എന്ന് പറഞ്ഞു. ഇത് കുഴപ്പമില്ല, ചേർക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചൊവ്വ ഇല്ലാത്തൊരു പെൺകുട്ടിയുടെ ജാതകം കൊണ്ടുവന്നു ചേർക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത്ര വർഷം ഈ പറഞ്ഞ ആളുടെ ചൊവ്വ ദോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് ജീവിതം പോയി, മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ഒരു സാമ്യപ്പെടുത്തൽ വരുന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അതായത് നല്ലൊരു ജ്യോത്സ്യനാണെങ്കിൽ എപ്പോഴും അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുമോ? അതെ. പിന്നെ മുഹൂർത്തം എന്നുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട്. അതെ അതെ. അതിവിടെ പരമ്പരാഗതമായി പണ്ട് വിവാഹം നിശ്ചയിക്കുന്നത് എവിടെ? തുടക്കം എവിടെ? തുടക്കം സാധാരണയിൽ വിവാഹം നിശ്ചയിക്കുന്ന കുടുംബപരമായിട്ട് ചെയ്യും. അതിന് മുഹൂർത്തം കുറിക്കാനായിട്ട് അതിൻ്റെ അടുത്ത ഘട്ടം മുഹൂർത്തം കുറിക്കുന്നതിനായിട്ട് എവിടെയായിരിക്കും പോകുന്നത്? ഒരു ജ്യോതിഷനെ കാണുന്നു. ജ്യോത്സ്യൻ്റെ അടുത്തല്ലേ പോകുന്നത്. ആ ജ്യോത്സ്യൻ വിവാഹ മുഹൂർത്തം കുറിച്ച് ഇന്ന ദിവസം നടത്താന്നുള്ളതാണല്ലോ ശുഭ മുഹൂർത്തം. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തുടക്കം മുതൽ അവസാനം വരെ ഭംഗിയായി നടക്കണം. അതാണ് മുഹൂർത്തത്തിന് പ്രാധാന്യം. ഇപ്പം ഫസ്റ്റ് എങ്ങോട്ടാ പോണത്? നേരെ ഹോള് ബുക്ക് ചെയ്യും. ഡേറ്റ് ഇട്ടാത്തത് അവിടെയാണ്. അവിടെ പോയി ഹോള് ബുക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ജോത്സ്യനോട് പറയും ഈ ഡേറ്റിന് ഒരു മുഹൂർത്തം തരാൻ പറയും. അപ്പോൾ ഇവിടെ സംഭവിക്കണമെന്ന് അറിയാമോ? മുഹൂർത്തത്തിന് പ്രാധാന്യം ഇല്ലാണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ മിക്കവാറും എല്ലാവരും പറയും സൺഡേ വിവാഹം നടത്തണം, അവിടെ സൺഡേ ആണ് നമുക്ക് ഹോള് കിട്ടിയേക്കണത്. അപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഈ ഉച്ച ടൈം 12-12:30 മുഹൂർത്തങ്ങൾ എല്ലാം അഭിജിത്ത് മുഹൂർത്തമാണ്. അതൊരു കോമൺ ആയിട്ട് ഇങ്ങനെ ദിവസവും നിത്യമുള്ള മുഹൂർത്തമാണ്. പക്ഷേ അഭിജിത്ത് മുഹൂർത്തത്തിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്. വിഷ്ണു ഭഗവാൻ തൻ്റെ വൈഷ്ണവ ചക്രം കൊണ്ട് ആ സമയത്തുള്ള ദോഷങ്ങളെ ഹനിക്കുമെന്നാണ് പറയണത്. പക്ഷേ ആ സമയത്ത് നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, ഏതായത് ജാതകത്തിൽ കുറച്ച് ഈ പറയുന്ന ഡിഫക്റ്റുകളുള്ളവർക്ക് ഒരിക്കലും അത് കൊടുക്കരുത്. നമ്മൾ ആ ജ്യോത്സ്യൻ ഗണിച്ച് കൃത്യമായി രണ്ടുപേരും തലക്കുറികൾ ജാതകം തമ്മിൽ അതിൻ്റെ പൊരുത്തങ്ങൾ നോക്കിയിട്ട് ഇവർക്ക് പറ്റുന്ന സൂട്ടബിളായിട്ടുള്ള ഒരു മുഹൂർത്തം നോക്കിയാണ് കൊടുക്കേണ്ടത്. ആ സമയത്ത് ഓഡിറ്റോറിയത്തിലെ ഡേറ്റ് വെച്ചുള്ള മുഹൂർത്തമല്ല വേണ്ടത് കൊടുക്കേണ്ടത്.
ഇവിടെ നിലവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോൾട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ടാവും. മനസ്സിലായോ? ഇവർ വിവാഹം പിന്നെ പ്രേമിച്ച് വിവാഹം കഴിക്കുമ്പോൾ, അപ്പോൾ പ്രേമിച്ച് വിവാഹം കഴിക്കുമ്പോൾ പലരും കൊണ്ടുവന്ന് കാണിക്കാറുണ്ട് ഈ രണ്ടുപേരും നോക്കണമെന്ന്. പ്രേമിക്കുന്നവർക്ക് അവിടെ മനപ്പൊരുത്തമാണ്, ജാതകം നോക്കണ്ട, ജാതകം മറ്റേ പ്രമാണം പറയുന്നുണ്ട്, മനപ്പൊരുത്തമാണ് ഇത്. പക്ഷേ ഈ മനപ്പൊരുത്തം എന്ന് പറയുമ്പോഴും നല്ലൊരു മുഹൂർത്തം കൂടി നമ്മൾ അവിടെ കൊടുക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർ വിവാഹം കഴിക്കാൻ ലൈഫ് ടൈമായിട്ട് പോവുക, നല്ല സ്വരുമയായിട്ട് പോവുക. അതിന് ഒരു മുഹൂർത്തത്തിന്, അതായത് മുഹൂർത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അതില്ലാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് ഈ പ്രാധാന്യം അറിയാത്തവരായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവൈലബിലിറ്റി നോക്കിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ. പക്ഷെ ഒരിക്കലും ചെയ്യരുത്. ശരിക്കും ഞായറാഴ്ച വിവാഹം നടത്തരുതെന്നുള്ള കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? അതായത് രവിവാരം, മനസ്സിലായോ? വിവാഹം നടത്തരുത്. പക്ഷേ ഇവിടെ ഞായറാഴ്ച എല്ലാവരും അവധി ദിവസങ്ങൾ എടുത്ത് വരുന്നിട്ട് ഞാൻ പറയാറുണ്ട്. ഞാൻ പറയുന്നൊരു ഇതുണ്ട്, ഇടദിവസം ഇപ്പോൾ ഇന്ന കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് വ്യക്തം കാര്യം മനസ്സിലാവും. പക്ഷെ നമ്മുടെ ഗുരുനാഥൻ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷേ നമ്മൾ എപ്പോഴും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഈ കുട്ടിക്ക്. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഒരു ജ്യോത്സ്യന്മാരും, ഞാൻ പൊതുവെ ആക്ഷേപിച്ചു പറഞ്ഞല്ല, നോക്കുന്നവരുണ്ടാവും. എപ്പോഴും 2 വിവാഹ ജാതകങ്ങൾ വന്നു കഴിയുമ്പോൾ 2 കുട്ടികളുടെ, പുരുഷൻ്റെ ആയാലും സ്ത്രീയുടെ ആയാലും ജാതകം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ 5 9 ആണ് ക്യാരക്ടർ ചിന്തിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തിട്ടാ സ്വഭാവം. ഒരു 2 പേരുടെയും 5 9 ഭാവം നോക്കണം. ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവരെല്ലാവരും ചൊവ്വ 7 8 ഉള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്നുള്ളൂ. 5 9 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്, ക്യാരക്ടറുമാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് പോകാനുള്ള ഭാഗ്യമുണ്ടോ, ഇവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, മനസ്സിലായോ? അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും ദൂഷ്യവശമുണ്ടോ, ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ദൂഷ്യവശമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും ആ ജാതകം തമ്മിൽ ചേർക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിലോട്ട് ഒന്നും വരാണ്ട് ഈ പാവം ചൊവ്വ അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിൽക്കട്ടെ. പക്ഷേ എല്ലാവരും അവിടെ പോയിട്ട് ഈ ചൊവ്വ പക്ഷെ അത് തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. ചൊവ്വേനെ അങ്ങനെ ഭയപ്പെടേണ്ടതില്ല. നമുക്ക് അതിനെയും കൃത്യമായിട്ട് ആ ജാതകം തമ്മിൽ ഈ നോക്കി ആ കൃത്യമായി പാപസാമ്യം. പിന്നെ പലരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു പാപമുള്ളൂ, ഒരു പാപമുള്ളൂ, അങ്ങനെ ഒരു വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു ക്ലാസ്സിൽ 1 തുള്ളി വിഷം ഇട്ടാലും 10 തുള്ളി വിഷം ഇട്ടാലും അത് വിഷമയമായില്ലേ അത്? അപ്പോൾ പാപത്തെ അങ്ങനെ നമുക്ക് ചെറുതായിട്ടോ കുറവായിട്ടോ കൂടുതലായിട്ടോ കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ ഇതിനകത്ത് അടിസ്ഥാനമില്ലാത്ത കുറേ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, അതൊരു പബ്ലിസിറ്റി ആയിപ്പോയത് അങ്ങനെ. മനസ്സിലായോ? അല്ലാണ്ട് അത് വെറുതെ ഓരോ പെൺകുട്ടികളുടെ ഭാവികൾ ഒരുപാട് നശിപ്പിക്കുന്ന അവസ്ഥകൾ ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇനിയുള്ള ജനറേഷനൊക്കെ മിക്കവാറും മാറ്റം വരും. കാര്യം കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതിലോട്ടൊന്നും ഇനി, പക്ഷേ അപ്പോഴും അങ്ങനെ വന്നാൽ പോലും ഇപ്പോൾ പ്രേമവിവാഹമാണെങ്കിൽ സ്നേഹിച്ചാലാണെങ്കിലും എപ്പോഴും ഒരു നല്ലൊരു മുഹൂർത്തമാണ് നമ്മൾ അതിൽ വിവാഹം കഴിക്കുക. അപ്പോൾ ആ ഒരു മുഹൂർത്തത്തിൻ്റെ ഗുണം കൊണ്ട് ഇവർക്ക് ലൈഫ് ടൈമായിട്ട് നല്ല രീതിയിൽ, ശരിക്കും ഇവരുടെ ജീവിതത്തിലുടനീളം ഈ മുഹൂർത്തത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ എല്ലാ മുഹൂർത്തത്തിനും പ്രാധാന്യമുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ഒരു വീട് നിർമ്മാണത്തിന് കല്ലിടുന്നു, മുഹൂർത്തത്തിൽ കൃത്യമായ മുഹൂർത്തം. ആ മുഹൂർത്തം എന്ന് പറയുന്നത് ആ കുട്ടി വീട്, നമ്മൾ ജനനം പോലെ വീട് ജനനമാണ് അവിടെ. അപ്പോൾ ആ മുഹൂർത്തമാണ് അവിടെ ഇമ്പോർട്ടൻസ്. മനസ്സിലായോ? അപ്പോൾ മുഹൂർത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ പറയുന്ന ചൊവ്വേനെ ഭയക്കേണ്ടതൊന്നും ഒരാവശ്യമില്ല. കൃത്യമായി അവരുടെ യോജിപ്പും ക്യാരക്ടറും ഒക്കെ മനസ്സിലാക്കി നല്ലൊരു കൃത്യമായിട്ട് അത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് അവർക്ക് സുഖമായിട്ട് മുന്നോട്ട് ആ ജീവിതം നയിച്ചുകൊണ്ടുപോകാൻ പറ്റും.